നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡെഫിനിഷൻസ്, തിയററ്റിക്കൽ കാര്യങ്ങൾ, പിന്നീട് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റുകളാണ് ഡയഗണലൈസേഷൻ, അതേപോലെ ജോർദാൻ കാനോണിക്കൽ ഫോം തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ. ഒരു മാട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ടിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഒരു n/n മാട്രിക്സ് എ തന്നു, വിച്ച് ഈസ് ആൻ n/n മാട്രിക്സ് ഓവർ എ ഫീൽഡ് എഫ്. ആ മാട്രിക്സിലെ എൻട്രീസ് എഫ് എന്നുള്ള ഒരു ഫീൽഡിലെ എൻട്രീസ് ആണ് വരുന്നത്. അങ്ങനെ ഒരു മാട്രിക്സ് തന്ന അതിന്റെ ഐഗൺ വാല്യൂവിനെ പറ്റിയിട്ടും ഐഗൺ വെക്ടറിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ ആണ്. ദാറ്റ് മീൻസ് ഒരു കോംപ്ലക്സ് നമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആവാം. ഐഗൺ എന്ന് പറഞ്ഞാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു വെക്ടർ ആണ്. സോ ദ ഡെഫിനിഷൻ സേസ് ദാറ്റ് എ scalar lambda is said to be an eigenvalue of A. ലാംഡ എന്നുള്ള ഒരു സ്കേലാർ എ എന്നുള്ള മാട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആണ് എന്ന് പറയണമെങ്കിൽ, if there exists a non-zero vector x belongs to Fn such that Ax is equal to lambda x. Ax is equal to lambda x ആകുന്ന രൂപത്തിൽ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ലാംഡ എന്നുള്ളത് എ എന്ന മാട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആണ് കറസ്പോണ്ടിങ് ടു ദ വെക്ടർ എക്സ്. ആ എക്സ് എന്നുള്ള വെക്ടറിനെ നമ്മൾ ഐഗൻ വെക്ടർ എന്നും വിളിക്കും. സോ ഐഗൻ വാല്യൂവിന്റെയും ഐഗൻ വെക്ടറിന്റെയും ഡെഫിനിഷൻ പറയുന്നത് Ax is equal to lambda x ആകുന്ന രൂപത്തിൽ ഒരു നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ എക്സിന് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ, ആൻഡ് ലാംഡ ഈസ് കോൾഡ് ദ ഐഗൻ വാല്യൂ ഓഫ് എ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വെക്ടർ എക്സ്. അപ്പൊ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐഗൻ വാല്യൂ എന്താണ്, അതേപോലെ ഐഗൻ വെക്ടർ എന്താണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Ax is equal to lambda x പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏതൊരു മാട്രിക്സും നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് മാട്രിക്സ് റേസ് ചെയ്യുന്നു. അപ്പൊ എ എന്നുള്ളത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് എ ഒരു 2x2 മാട്രിക്സ്, ജസ്റ്റ് എ ബി സി ഡി എന്നുള്ള ഒരു മാട്രിക്സ് എടുക്കാം. എക്സ് എന്നുള്ളത് എക്സ് വൈ എന്നുള്ള x1 x2 അല്ലെങ്കിൽ എക്സ് വൈ എന്നുള്ള ഒരു ടപ്ലേറ്റ് ആയിട്ടുള്ള ഒരു 2x2 ഒരു 2 ടപ്പിൾ വെക്ടർ എടുക്കാം. അപ്പൊ നമ്മൾ Ax ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ് കോമ വൈ എന്നുള്ളൊരു പോയിന്റ് നമുക്ക് R2 കിട്ടും പ്ലെയിനിൽ. ആ പോയിന്റിന് നമ്മൾ എ എന്നുള്ള മാട്രിക്സ് കൊണ്ട് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എക്സ് വൈ, ലാംഡ ഇൻറ്റു എക്സ് കോമ വൈയും ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് കോമ ലാംഡ വൈ. അതായത് എക്സ് വൈ എന്നുള്ള വെക്ടറിനെ സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അതായത് ഈ എക്സ് വൈനെ നമ്മൾ ലാംഡ എന്നുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള നമ്പർ കൊണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഓർ സീറോ, ആ നമ്പർ കൊണ്ട് സ്കെയിൽ. അപ്പൊ ഈ വെക്ടർ ഒന്നിക്കലോ മുകളിലേക്ക് മൂവ് ചെയ്യാം, താഴോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സീറോയിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ആയിട്ട് അവിടെ തന്നെ നിൽക്കാം. ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഐഗൻ വാല്യൂവിന്റെ ജിയോമെട്രിക്കൽ മീനിങ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഇനി ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ എക്സാമ്പിൾസിലേക്കും ഇതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിഫൈൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഐഗൻ വെക്ടർ ആൻഡ് ഐഗൻ വാല്യൂ. If we are given a matrix A belongs to MNF, and if we have a scalar lambda belongs to F, then lambda is said to be an eigenvalue of A if there exists a non-zero x belongs to Fn such that Ax is equal to lambda x. Such x is called the eigenvector, and the value lambda is called eigenvalue of lambda. Okay. So we are defined Ax is equal to lambda x such that x is not is equal to 0. ഈ ഒരു രൂപത്തിൽ 0x എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാംഡനെ എന്റെ ഐഗൻ വാല്യൂ എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം?
AX minus lambda I of x is equal to 0 എന്ന് എഴുതാം. ലാംഡ I എന്നുള്ള മാട്രിക്സ് ആക്കിയിട്ട് സമയത്ത് which implies AX minus lambda I of x നെ നമുക്ക് A minus lambda I of x is equal to 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് AX is equal to lambda x ആണെങ്കിൽ നമുക്ക് AX minus lambda I of x is equal to 0 എന്ന് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി അതിന് A minus lambda I of x is equal to 0 എന്നും എഴുതാം. ഇനി ഇതൊന്ന് നോക്കിയാൽ എന്താണ്? A minus lambda I of x is equal to 0. A minus lambda I നെ ഞാൻ B എന്ന് വിളിക്കുകയാണെങ്കിൽ Bx equal to 0 വരും. This is a system of linear equation. B എന്നുള്ള ഒരു മാട്രിക്സ് ഉണ്ട്. Bx is equal to 0 എന്ന് പറഞ്ഞാൽ it is a system of linear equation and the system is homogeneous system of linear equation. ഒരു homogeneous system of linear equationന്റെ പ്രത്യേകത എന്താ? അതിന് എല്ലായ്പ്പോഴും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഒരു homogeneous differential equation ആണെങ്കിൽ അതിന് എല്ലായ്പ്പോഴും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നിക്കലോ ട്രിവിയൽ സൊല്യൂഷൻ ആവാം. ട്രിവിയൽ സൊല്യൂഷൻ ദാറ്റ് മീൻസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്നുള്ള മാത്രം സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ട്രിവിയൽ സൊല്യൂഷനും നോൺ ട്രിവിയൽ സൊല്യൂഷനും എക്സിസ്റ്റ് ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. A homogeneous system has a trivial solution if determinant of that matrix is not equal to 0 and non-trivial solution if determinant of that matrix is equal to 0. അപ്പോൾ Bx is equal to 0 എന്നുള്ള ഒരു homogeneous system of equation തന്നാൽ അതിന് ഒന്നിക്കലോ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. ഇവിടെ നമുക്ക് ഐഗൻ വെക്റ്റർ ആയതുകൊണ്ട് എക്സ് എന്നുള്ളത് നോൺ സീറോ വെക്റ്റർ ആണ്. ഓക്കെ, എക്സ് എന്നുള്ളത് നോൺ സീറോ വെക്റ്റർ ആണെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ സിൻസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 we have determinant of A minus lambda I is equal to 0. A minus lambda I യുടെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. A minus lambda I യുടെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് xi മൈനസ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എടുക്കുന്ന സമയത്ത് xi മൈനസ് എ എന്ന് വരുമ്പോൾ -1 പവർ n എന്ന് വരും. ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് -1 പവർ n രണ്ട് ചെയ്തിട്ട് നമുക്ക് -1 പവർ n ഇല്ലാതെ എഴുതാം. അപ്പോൾ എക്സ് എന്നുള്ളത് ഐഗൻ വെക്ടർ ആണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ദാറ്റ് ഈസ് xi മൈനസ് എ എന്നുള്ള മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഇനി xi മൈനസ് എ എന്നുള്ള ലാംഡ ഐ മൈനസ് എ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ചെയ്യുന്ന സമയത്ത് എ ജസ്റ്റ് ഒരു 3/3 ആയിട്ട് നമുക്ക് എടുക്കാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ എന്ന് പറയുമ്പോൾ ഡയഗണലി ഓരോ എക്സ് മൈനസ് ലാംഡ മൈനസ് ചെയ്യുക. ഇവിടൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ലാംഡ മൈനസ് എ, ലാംഡ മൈനസ് ഇ, ലാംഡ മൈനസ് ഐ എന്നെഴുതാം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഗിവൺ ആയിട്ട് ലാംഡ ഐ മൈനസ് എ എന്നുള്ള മാട്രിക്സ് വരിക. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ലാംഡ എന്നുള്ള വേരിയബിളിൽ വരുന്ന ലാംഡ എന്നുള്ളത് നമ്മളൊരു വേരിയബിൾ ആക്കി ട്രീറ്റ് ചെയ്യുക. അത് നമ്മൾ സാധാരണ യൂഷ്വലി വേരിയബിൾസ് ആക്കി ട്രീറ്റ് ചെയ്യല് എക്സ് ആണ്. സോ xi മൈനസ് സി എന്ന് എഴുതാം. xi മൈനസ് എ എഴുതുന്ന സമയത്ത് നമുക്ക് ലാംഡനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എക്സ് കൊടുക്കാം. ഓക്കെ, എക്സ് മൈനസ് എ, എക്സ് മൈനസ് ഇ ആൻഡ് എക്സ് മൈനസ് ഐ. അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഒരു 3/3 മാട്രിക്സിന്റെ കേസിലോ അല്ലെങ്കിൽ n/n മാട്രിക്സിന്റെ കേസിലോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് xi മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ഇ ഇൻറ്റു എക്സ് മൈനസ് ഐ മൈനസ് ഇൻറ്റു എഫ് എന്നുള്ളൊരു ടേം. ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോ എക്സ് മൈനസ് ഇ ഇൻറ്റു അല്ലെങ്കിൽ ബി ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. അടുത്തത് സി ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടേമിൽ നമുക്ക്
എക്സ് മൈനസ് എനെ എക്സ് മൈനസ് ഇ ഇൻറ്റു എക്സ് മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബിന്റെ ഒരു ടേം വരും. അതേപോലെ എക്സ് സ്ക്വയറിന്റെ ടേം നമുക്ക് അടുത്ത ടേമുകൾ തമ്മിൽ പ്രൊഡക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടും. എക്സിന്റെ ടേം കിട്ടും, കോൺസ്റ്റന്റ് ടേമും കിട്ടും. അത് എന്തോ ആയിക്കോട്ടെ, എക്സ് സ്ക്വയറോ എക്സോ ഇല്ലെങ്കിൽ പോലും ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ക്യൂബിന്റെ ടേം ഉണ്ട്. ദാറ്റ് മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്. ഇവിടെ നമുക്ക് തേർഡ് ഡിഗ്രി ആണ് കിട്ടിയത്, അതായത് 3/3 മാട്രിക്സ് എടുത്തതുകൊണ്ട്. ഒരു n മാട്രിക്സ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്നുള്ളത് ഒരു n/n പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അത് നമുക്ക് കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ആ ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പോളിനോമിയൽ ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നും വിളിക്കും. So we are defined about characteristic polynomial and characteristic equation. Characteristic polynomial of a matrix is divided by determinant of xi minus a, and if we equating this polynomial equal to 0, we have a polynomial equation. This polynomial equation is called a characteristic equation. അപ്പോൾ characteristic equation ന്റെ റൂട്ട് ആയിട്ടാണ് നമുക്ക് ഐഗൺ വാല്യൂസ് വരുന്നത്. നമ്മൾ അതിന്റെ ഫോർമുലേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. എക്സ് ഇസ് ഇക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോളിനോമിയൽ ഉണ്ടാക്കാം. ആ പോളിനോമിയലിന്റെ റൂട്ടിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിച്ചത്. ആ പോളിനോമിയലിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നും ആ പോളിനോമിയൽ ഇക്വേഷനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നും വിളിച്ചു. ഓക്കെ, introduced about characteristic equation and characteristic polynomial. If we are given a matrix A, then its characteristic equation is given by characteristic polynomial is given by determinant of xi minus a, and the equation determinant of xi minus a equal to 0, that is chi a of x is equal to 0, is called the characteristic equation. So നമുക്കൊരു മാട്രിക്സ് A തന്നാൽ അതിന്റെ ഐഗൺ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് chi a of x is equal to determinant of xi minus a equal to 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ടുകൾ എക്സിന്റെ വാല്യൂസ് ആണ്, നമ്മുടെ ലാംഡ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ഐ മൈനസ് എന്നുള്ള എക്സ് എന്നുള്ള വേരിയബിളിലുള്ള ഒരു പോളിനോമിയലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആ പോളിനോമിയലിൽ ലാംഡ എന്നുള്ളത് ഒരു റൂട്ടാണെങ്കിൽ നമുക്ക് ആ പോളിനോമിയലിൽ നിന്ന് എക്സ് മൈനസ് ലാംഡ എന്നുള്ള ഒരു ഫാക്ടർ എടുക്കാം. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അതിന്റെ റൂട്ടിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ് ഐ മൈനസ് എ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു nth ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയലിന്റെ റൂട്ടാണ് ലാംഡ. റൂട്ട് ലാംഡ ആയതുകൊണ്ട് ബൈ root factor theorem we can extract the factor x minus lambda from that polynomial. ആ പോളിനോമിയലിൽ നിന്ന് നമുക്ക് x minus lambda എന്നുള്ള ഒരു ഫാക്ടർ എടുക്കാം. ഇനി ലാംഡ എന്നുള്ള റൂട്ട് ചിലപ്പം അതിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആവണം എന്ന് നിർബന്ധമില്ല. ലാംഡ എന്നുള്ളത് റിപ്പീറ്റഡ് റൂട്ട് ആവാം, 1ഓ 2ഓ 3ഓ അങ്ങനെ എത്രയെങ്കിലും ടൈംസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ടൈംസ് ബീറ്റ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അതായത് x മൈനസ് ലാംഡ എന്നുള്ളതിന്റെ മൾട്ടിപ്ലിസിറ്റി ബീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് chi a of x എന്നുള്ള nth ഡിഗ്രി പോളിനോമിയലിനെ x മൈനസ് ലാംഡ ഹോൾ പവർ ബീറ്റ ഇൻറ്റു g of x, g of lambda not equal to 0 എന്ന് എഴുതാം. By factor theorem, since lambda is a root of the polynomial determinant of xi minus a, we can extract factor x minus lambda from that polynomial, and if the multiplicity of lambda is beta, then we can write as chi a of x is equal to x minus lambda whole power beta into g of x, where g of lambda not equal to 0. ഈ ഒരു രൂപത്തിൽ ഫാക്ടർ തിയറം വെച്ചിട്ട് നമുക്ക് ആ പോളിനോമിയലിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ റൂട്ടിന്റെ മൾട്ടിപ്ലിസിറ്റി ബീറ്റ ആണ് വരുന്നത്. സോ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് lambda is beta. This multiplicity is called algebraic multiplicity.
and it is denoted by am. So നമ്മൾ algebraic multiplicity ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. chi of x എന്നുള്ള പോളിനോമിയലിന്റെ റൂട്ടാണ് ലാംഡ വരുന്നത്. ആ റൂട്ടിന്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണോ അതിനെയാണ് നമ്മൾ algebraic multiplicity എന്ന് വിളിക്കുന്നത്. algebraic multiplicity എന്ന് വിളിക്കാനുള്ള കാരണം ഇതൊരു algebraic എക്സ്പ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടേം ആണ്. ഇനി നമുക്ക് വേറൊരു മൾട്ടിപ്ലിസിറ്റിയും കൂടെ പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മൾട്ടിപ്ലിസിറ്റിക്ക് പകരം algebraic multiplicity എന്നുള്ള രൂപത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വിളിച്ചത്. ഓക്കെ, so we are defined about algebraic multiplicity. ഇനി നമ്മൾ ലാംഡ എന്നുള്ളത് എന്റെ ഐഗൻ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ax is equal to lambda x where x not equal to 0. ഈ ഒരു രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ റീപ്ലേസ് ചെയ്തിട്ട് a minus lambda i of x is equal to 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് a minus lambda i of x is equal to 0 എന്ന് എഴുതാം. അപ്പൊ ax is equal to lambda x ആവുന്ന നോൺ സീറോ എക്സ് എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ എഴുതി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും പറയാം a minus lambda i of x is equal to 0 ആകുന്ന നോൺ സീറോ എക്സുകൾ. lambda i of x is equal to 0 ആകുന്ന സീറോ എക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഗൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. ലാംഡ എന്നുള്ളത് ഐഗൻ വാല്യൂ ആണെങ്കിൽ ലാംഡ എന്നുള്ളത് ഐഗൻ വാല്യൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ ലാംഡ ഐഗൻ വാല്യൂ ആയതുകൊണ്ട് a minus lambda i of x is equal to 0 ആകുന്ന രൂപത്തിലെ നോൺ സീറോ എക്സുകളെ യാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഗൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് a minus lambda i of x is equal to 0 for x not equal to 0. ഇതിന്റെ അർത്ഥം എന്താണ്? a minus lambda i of x is equal to 0 എന്ന് പറഞ്ഞാൽ a minus lambda i എന്നുള്ള x അല്ലെങ്കിൽ ഓപ്പറേറ്റർ എക്സ് എന്നുള്ള എലമെന്റിനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മാട്രിക്സ് ഒരു എലമെന്റ് സീറോയിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ എലമെന്റ് ആ മാട്രിക്സിന്റെ ആ ഓപ്പറേറ്ററിന്റെ നൾ സ്പേസിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് എന്നുള്ളത് നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐയിലുണ്ട്. ഓക്കെ, a minus lambda i of x is equal to 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് x എന്നുള്ളത് a minus lambda i യുടെ നൾ സ്പേസിലുണ്ട്. x a minus lambda i യുടെ നൾ സ്പേസിലുണ്ടെങ്കിൽ നമുക്ക് നൾ സ്പേസ് ഓഫ് a minus lambda അതിനെ നമ്മൾ ജസ്റ്റ് ഈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതിൽ വരല് സെറ്റ് ഓഫ് x such that a minus lambda i of x is equal to a minus lambda i of x is equal to 0 ആകുന്ന രൂപത്തിലുള്ള എക്സുകളാണ് a minus lambda i യുടെ നൾ സ്പേസിൽ വരിക. അപ്പൊ a minus lambda i യുടെ നൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ സെറ്റില് 0 എന്നുള്ള എലമെന്റും വരും. കാരണം a minus lambda x equal to 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ ആണ് 0. ട്രിവിയൽ സൊല്യൂഷൻ 0 എന്നുള്ളത് ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് എപ്പോഴും 0 എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ സെറ്റില് സീറോയും ഉണ്ട്. ദാറ്റ് മീൻസ് 0 ബിലോങ്സ് ടു ഈ ലാംഡ. 0 അല്ലാത്ത ബാക്കിയുള്ള എക്സുകളൊക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് a മൈനസ് ലാംഡ i of x is equal to 0. അതിനർത്ഥം ax is equal to lambda x. അപ്പൊ 0 അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും എന്താണ്? ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ. അപ്പൊ ഈ ലാംഡ എന്നുള്ള ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് വരിക 0 എന്നുള്ള എലമെന്റ് വെക്ടർ വരും. ബാക്കി വെക്ടേഴ്സ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ലാംഡയുടെ ഐഗൺ വെക്ടേഴ്സ്. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്? നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐക്ക് ഈക്വൽ ആണ്. അപ്പൊ നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐയില് ഐഗൺ വെക്ടേഴ്സും അതേപോലെ സീറോ വെക്ടറും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ വെക്ടർ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഗൺ സ്പേസ്. ദിസ് വിൽ ഫോം വെക്ടർ സ്പേസ്. ദിസ് സ്പേസ് ഈസ് കോൾഡ് ഐഗൺ സ്പേസ്. ഐഗൺ സ്പേസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഐഗൺ സ്പേസ് എന്ന് പറഞ്ഞാൽ ഐഗൺ വെക്ടേഴ്സിന്റെയും സീറോയുടെയും കളക്ഷൻ. ഐഗൺ വെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് 0 ആ കളക്ഷനെയാണ് നമ്മൾ ഐഗൺ സ്പേസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐ. നൾ സ്പേസ് ഓഫ് എ മൈനസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുന്ന രൂപത്തിലുള്ള എക്സുകളുടെ കളക്ഷൻ.
ഇതിനെ നമ്മൾ ഐഗൺ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ സോ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ഐഗൺ സ്പേസ്. ഈ ലാംഡ എന്നുള്ള ഐഗൺ സ്പേസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ ലാംഡ എന്നുള്ളത് ഒരു ഐഗൺ, നമുക്ക് എ എന്നുള്ളത് ഒരു n/n മാട്രിക്സ് ആയതുകൊണ്ട് ഓവർ എഫ് ഈ ലാംഡ ഈസ് ആൻ ഐഗൺ സ്പേസ് വിച്ച് ഈസ് ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷൻ. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ഐഗൺ സ്പേസ് ആണ് വരിക. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ഐഗൺ സ്പേസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ലാംഡ എന്താകും, ഒരു ബേസിസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എ സ്പാനിങ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സിന്റെ കളക്ഷൻ. അതാണ് ഈ ലാംഡയുടെ ബേസിസ് ആയിട്ട് വരിക. ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ ഈ ലാംഡയുടെ ഡയമെൻഷൻ എന്ന് വിളിക്കുക. ഇനി ഇവിടെ നമുക്ക് തന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ ഗിവൺ ആണ്. ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് സ്പാനിങ്ങോ ലീനിയർലി ഇൻഡിപെൻഡൻസിയോ രണ്ടാലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ലീനിയർലി ഇൻഡിപെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി സ്പാനിങ് വന്ന് ബേസിസ് ആയിട്ട് മാറും. അപ്പോ ഈ ലാംഡയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത്. ദാറ്റ് മീൻസ് എ മൈനസ് ലാംഡ നൾ സ്പേസ് എ മൈനസ് ലാംഡ ഐ എന്നുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സിന്റെ എണ്ണമാണ് ഈ ലാംഡയുടെ ഡയമെൻഷൻ വരിക. മീൻസ് ദ ഡയമെൻഷൻ ഓഫ് ഈ ലാംഡ ഈസ് ദ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ്. എ മൈനസ് ലാംഡ ഐ എന്നുള്ള സ്പേസിന് ഒരു ഡയമെൻഷൻ ഉണ്ടാവും, ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐ. അത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സിന് ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഡയമെൻഷൻ ഈസ് കോൾഡ് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി. നമ്മൾ നേരത്തെ മറ്റൊരു മൾട്ടിപ്ലിസിറ്റി പറഞ്ഞിരുന്നു, ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി. അപ്പൊ ഞാൻ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, സാധാരണ നമ്മൾ റൂട്ടിനെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളൂ. ഇവിടെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം നമുക്ക് വേറൊരു മൾട്ടിപ്ലിസിറ്റിയും കൂടെ വരുന്നുണ്ട്. ആ വരുന്ന മൾട്ടിപ്ലിസിറ്റിയാണ് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി, വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് സം ജിയോമെട്രിക് കോൺസെപ്റ്റ്. നമുക്ക് ഐഗൺ സ്പേസ് ആണ്, ഒരു വെക്ടർ സ്പേസ് എന്നുള്ളത് ഒരു ജിയോമെട്രിക്കൽ ടേം ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു നമ്പർ ആണ് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി. അത് വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐ. ദാറ്റ് മീൻസ് ഐഗൺ സ്പേസിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, so we are introduced about algebraic multiplicity, geometric multiplicity. The algebraic multiplicity of lambda is the multiplicity of lambda as the root of the Caris polynomial. Caris polynomial root ആയിട്ട് വരുന്ന മൾട്ടിപ്ലിസിറ്റിനെയാണ് നമ്മൾ algebraic multiplicity എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐഗൺ സ്പേസ്. ഇഫ് വി ആർ ഗിവൺ എ മാട്രിക്സ് MNF and if lambda is an eigenvalue of A, then the eigenspace is given E lambda, which is equal to null space of A minus lambda. That is the set of all x such that A minus lambda E of x is equal to 0. And the dimension of eigenspace E lambda is equal to the algebraic multiplicity. That means, the dimension of eigenspace is called the geometric multiplicity. That is, geometric multiplicity is the number of linearly independent eigenvectors corresponding to lambda. ഇത് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായിട്ട് വരുന്ന ഒരു ലെവൽ 1 ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫിക്കൽറ്റി ലെവൽ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 പാർട്ട് ബി ആണ്. പാർട്ട് ബി മീൻസ് ഏതെങ്കിലും ഒരു ഓപ്ഷനേ ശരിയായിട്ട് വരുള്ളൂ. If S is equal to 3, 2, 2, 3, then the eigenvalues of S square are 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 125, 64, 51 and 210. അപ്പൊ ഇവിടെ നമുക്ക് എസ് ആണ് തന്നിട്ടുള്ളത്. എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ ആണ് ചോദിച്ചത്. സോ എസ് സ്ക്വയർ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. 3223 into 3223. ജസ്റ്റ് എസ് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് 3 into 3 9 വരും, പ്ലസ് 2 into 2 4 13 വരും, 3 into 2 6, പ്ലസ് 3 into 2 6 12 വരും, 2 into 3 6, 2 into 3 6 12 വരും, 2 into 2 4,
plus 3 into 3, 4 plus 9, 13 വരും. ഇതാണ് നമ്മുടെ എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ കൈ എസ് സ്ക്വയർ ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എസ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു determinant of x minus 13 minus of s square വരുമ്പോൾ minus 12 minus 12 and x minus 13, that is equal to x minus 13 the whole square minus 12 into minus 12 144, 12 into 12 144, that is equal to x square minus chi s square of x ആണ് നമുക്ക് കിട്ടിയത്, x square minus x square plus 13 the whole square 169 minus 2 into 26x minus 144, which is equal to x square plus x square minus 26x 169 144 subtract ചെയ്യണം. 9 4 പോയാൽ 5, 6 4 പോയാൽ 2, 25 plus 25. ഇനി ഇതിനോട് ഇക്വേറ്റ് ചെയ്യുക. കൈ എസ് സ്ക്വയർ ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 0 will implies x square minus 26x plus 25 equal to 0. That will implies രണ്ട് നമ്പേഴ്സ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 25ഉം കിട്ടണം, ആഡ് ചെയ്യുന്ന സമയത്ത് 26ഉം കിട്ടണം. ഓപ്ഷൻസും നോക്കിയാൽ മതി. പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 25ഉം ആഡ് ചെയ്യുമ്പോൾ 26ഉം കിട്ടുന്നത് 1ഉം 25ഉം ഫസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു which implies x minus 1 into x minus 25 equal to 0, which implies x is equal to 1, 25. Therefore, eigenvalues are 1 and 25. ഈ ഒരു രൂപത്തിൽ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് വെച്ചിട്ട് ഐഗൻ വാല്യൂസിന്റെ ഡെഫിനിഷനും എസ് സ്ക്വയറിന്റെ ടേമും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഐഗൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞത്. 1ഉം 25ഉം അതിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളിവിടെ ചോദിച്ചത് എസ് സ്ക്വയർ എന്നുള്ള മാട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആണ്. എസ് എന്നുള്ള മാട്രിക്സ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഐഗൻ വാല്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു റിസൾട്ട് ആണ്, വളരെ പ്രധാനപ്പെട്ടിട്ട് വരുന്ന ഒരു റിസൾട്ട് ആണ്. ഇഫ് ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ, then lambda square is an eigenvalue of a square. ലാംഡ എന്ന എന്റെ ഐഗൻ വാല്യൂ ആണെങ്കിൽ ലാംഡ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എസിന്റെ ഐഗൻ വാല്യൂസ് രണ്ടെണ്ണം കിട്ടിയാൽ ലാംഡ 1ഉം ലാംഡ 2ഉം എസിന്റെ ഐഗൻ, ലാംഡ 1 സ്ക്വയറും ലാംഡ 2 സ്ക്വയറും ആണ് എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് എസ് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എസിന്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് കിട്ടും. നമുക്ക് ഇവിടെ എസ് സ്ക്വയർ എന്നുള്ള മാട്രിക്സ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ എസിന്റെ ഐഗൻ വാല്യൂസ് വെച്ചിട്ട് തന്നെ നമുക്ക് എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസിലേക്ക് പോവാം. അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കൂടി എളുപ്പം. എസ് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ എസിന്റെ ഡിറ്റർമിനന്റ് എക്സ് മൈനസ് 2, ഡിറ്റർമിനന്റ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 -3 ആ മാട്രിക്സിന്റെ കൈ എസ് ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഗൻ വാല്യൂസ് കിട്ടും. അതിന്റെ സ്ക്വയേഴ്സ് എടുത്താൽ എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് കിട്ടും. ഇനി ഐഗൻ വാല്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു റിസൾട്ട് ആണ് എ എന്നുള്ള ഒരു മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1, എ എന്നുള്ളത് ഒരു n/n മാട്രിക്സ് ആണ്. ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ n എ എന്നുള്ള മാട്രിക്സിന്റെ ഐഗൻ ആണെങ്കിൽ ദ ട്രേസ് ഓഫ് എ ഈസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n, ദാറ്റ് ഈസ് ദ സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ എന്നുള്ള മാട്രിക്സിന്റെ സം ഓഫ് ഐഗൻ വാല്യൂസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ
lambda 1 into lambda 2 into lambda 3 etc. lambda n, which is equal to the product of eigenvalues of A. A എന്നുള്ള മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും ഡിറ്റർമിനന്റ്. മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് അതിന്റെ ട്രേസും ഡിറ്റർമിനന്റും റിലേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുക, S is equal to 2 3 3 2 ആണ്. 2 3 3 2. ഈ മാട്രിക്സിന്റെ ട്രേസ് വരുന്നത് 4ഉം ഡിറ്റർമിനന്റ് വരുന്നത് S is equal to 2 3 3 2 എന്നല്ലേ? 3 2 2 3 എവിടുന്നാണ് മാറിയത്? ഓക്കെ, 3 2 2 3. അപ്പൊ S is equal to 3 2 2 3. ട്രേസ് വരിക 6ഉം ഡിറ്റർമിനന്റ് വരിക 6 4. 6 minus 4 equal to 2. അപ്പൊ ട്രേസ് 6, അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 6 വരണം. പ്രൊഡക്റ്റ് ചെയ്താൽ ഇതാണ് തെറ്റിപ്പോണത്, ട്രേസ് എഴുതി പോയതാണ്. 9 minus 4 വരണം. 9 minus 4 is equal to 5. ഓക്കെ, ട്രേസിന്റെ നമ്പർ താഴോട്ട് ഇറങ്ങി വന്നതാണ്. 3 into 3 minus 2 into 2, 9 minus 4 is equal to 5 വരും. So we have lambda 1 plus lambda 2 is equal to 6 and product is lambda 1 into lambda 2, that is equal to 5. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 5ഉം അവര് തമ്മിൽ ആഡ് ചെയ്താൽ 6ഉം കിട്ടുന്ന നമ്പേഴ്സ്. വൺ സെക്കൻഡ്. സോ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടേണ്ടത് 6ഉം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 6ഉം കിട്ടണം, പ്രൊഡക്റ്റ് ചെയ്താൽ 5ഉം കിട്ടണം. നമ്പേഴ്സ് ആയിട്ട് ഒന്ന് 1ഉം മറ്റൊന്ന് 5ഉം ചൂസ് ചെയ്താൽ മതി. അപ്പൊ S എന്നുള്ളതിന്റെ ഐഗൻ വാല്യൂ ആയിട്ട് നമുക്ക് 1ഉം 5ഉം കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് S സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ 1 സ്ക്വയറും 5 സ്ക്വയറും വരും, 25ഉം 1ഉം. അപ്പൊ ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നേരത്തെ S സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് കാരസ് പോളിനോമിയൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് എന്തിലേക്ക് വരാം? ഐഗൻ വാല്യൂലേക്ക് വരാം. ജസ്റ്റ് ഇതിന്റെ ട്രേസും മാത്രം നോക്കിയിട്ട് ട്രേസും ഡിറ്റർമിനന്റും നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുന്നത്. അത് വെച്ച് എസിൻ്റെത് കൺക്ലൂഡ് ചെയ്താൽ S സ്ക്വയറിൻ്റെത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഇനി ഈ മാട്രിക്സിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ മാട്രിക്സ് നോക്കിയാൽ കാണാം, S is 3 2 2 3. S is equal to 3 2 2 3. ഈ മാട്രിക്സിലെ ഫസ്റ്റ് റോയിലെ രണ്ട് എലമെന്റും കൂടി കൂട്ടിയാൽ 5 ആണ്. അതേപോലെ സെക്കൻഡ് റോയിലെ രണ്ട് എലമെന്റും കൂടി കൂട്ടിയാലും 5 ആണ്. If A is an n by n matrix, ഒരു മാട്രിക്സ് n by n മാട്രിക്സ് അസ്യൂം ചെയ്യുക. A എന്നുള്ളത് ഒരു n by n മാട്രിക്സ് ആണ്. അതിനെ നമുക്ക് A11, A12 എക്സെട്ര A1n, A21, A22 എക്സെട്ര A2n എഴുതാം, എക്സെട്ര AN1, AN2 എക്സെട്ര AN എഴുതാം. അതിലെ ഫസ്റ്റ് എല്ലാവരും കൂടി സം ചെയ്യുക. സം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് റോയിലെ എല്ലാവരും കൂടി സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടുകയാണ്. തേർഡ് റോയിലെ എല്ലാവരും കൂടി സം ചെയ്യുന്ന സമയത്തും നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ റോകളും സം ചെയ്യുമ്പോൾ ഒരേ വാല്യൂ ആണ്. അതിനെ നമ്മൾ റോ സം ഈക്വൽ ടു കോൺസ്റ്റന്റ് K എന്ന് വിളിക്കാം. അപ്പൊ ഈ മാട്രിക്സിലെ എല്ലാ റോസും ചെയ്യുമ്പോൾ സെയിം കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ റോസം എന്ന് വിളിക്കും. റോസം എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. എല്ലാ റോസും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ, സെക്കൻഡ് റോ ആഡ് ചെയ്യുമ്പോൾ, തേർഡ് റോ ആഡ് ചെയ്യുമ്പോൾ, അങ്ങനെ ഓരോ റോസമ്മും ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഗിവൺ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആയിരിക്കും. ഒരു
ഒരു മാട്രിക്സ് എടുത്തു, ആ മാട്രിക്സിലെ ഓരോ റോസും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഗിവൺ ഐഗൻ വാല്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് തന്ന ഓരോ റോയും ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. സോ 5 ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എസ്. 5 എന്നുള്ളത് എസ് ഐഗൻ വാല്യൂ ആയിട്ട് മാറും. 5 എസിന്റെ ഐഗൻ വാല്യൂ ട്രേസ് എന്നുള്ള റിലേഷൻ ഉപയോഗിച്ചിട്ട് മറ്റേ ഐഗൻ വാല്യൂ എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യാം, 1 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ 5 കിട്ടിയാൽ 5 സ്ക്വയറും 1 സ്ക്വയറും എസ് സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ ഞാൻ പല റിസൾട്ടുകൾ പറഞ്ഞത് എന്ന് പറഞ്ഞ സം ഓഫ് ഐഗൻ വാല്യൂസിന് ഈക്വൽ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ഐഗൻ വാല്യൂസിന് ഈക്വൽ ആണ്. റോ സം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു ഐഗൻ വാല്യൂ ആയിരിക്കും. എസിന്റെ ഐഗൻ വാല്യൂ അറിഞ്ഞാൽ എസ് സ്ക്വയറിന്റെ കാണാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്താൽ മതി. ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ, നമുക്ക് നോൺ ആയിട്ടുള്ള റിസൾട്ടുകളാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എസ് സ്ക്വയറും എസ് സ്ക്വയർ പോളിനോമിയലും ഒന്നും ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് പറഞ്ഞ ഡെഫിനേഷൻസ് വെച്ചിട്ട് തിയററ്റിക്കലി മൂവ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്ത്, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത്, കറസ്പോണ്ടിങ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരണം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ, പ്രോപ്പർട്ടീസ് അതേപോലെ ഈ റിസൾട്ടുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസൾട്ടുകളും പ്രോപ്പർട്ടീസും ആയിട്ടുണ്ട്. അപ്പൊ അത്തരം റിസൾട്ടുകൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐഗൻ വാല്യൂസുമായിട്ട്, നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള ചില പ്രോപ്പർട്ടീസും റിസൾട്ടും, നമ്മളിപ്പോൾ പറഞ്ഞ ചില റിസൾട്ടുകളെ പോലെ വളരെ പ്രധാനപ്പെട്ടിട്ട് വരുന്ന ചില പ്രോപ്പർട്ടീസും അതിന്റെ പ്രൂഫുകളും കാര്യങ്ങളും റിസൾട്ടുകളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.